Judges Home Videos in a Pudia video like a lark medical good swagadam. In the ending, like Perjiput, Angana Velatuli Krishi in the Mumbai and Cheditundi video, Nalam, Pudia video at Chian, Kochuda Vishamite, Angana in the Vitil Tayara and Durnum, Angana Manur Kandurnum, Angana Natandurnum, Vishamai video and Puchin. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വെളുത്തുള്ളി കൃഷിയെ പറ്റിയാണ്. എങ്ങനെയാണ് നമുക്ക് വെളുത്തുള്ളി നട്ട് ഒത്തിരി നല്ലപോലെ വിളവ് ലഭിക്കുന്നതെന്ന്. അതിനാദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് നല്ല വിത്തുകൾ കിട്ടുന്ന കടകളിൽ നിന്ന്, അതായത് നമുക്ക് പച്ചക്കറി കടകളിൽ നിന്ന് കിട്ടുന്ന വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഗാർഡൻ ഷോപ്പുകളിൽ നിന്ന് നല്ല വലുപ്പവും ഷേപ്പുമുള്ള അല്ലികളുള്ള വെളുത്തുള്ളി തിരഞ്ഞെടുത്തിട്ട് വാങ്ങണം. നമ്മുടെ സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ ഒരു ബണ്ടിൽ വെളുത്തുള്ളിയാണ് മേടിച്ചിരിക്കുന്നത്. അരക്കിലോയുടെ ഒരു ബണ്ടിലാണിത്. ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒത്തിരി ഫലം കിട്ടുന്ന ഒരു രീതിയാണിത്. കാണിച്ചു തരാം അങ്ങനെയാണ്. നല്ല ഷേപ്പുള്ള വെളുത്തുള്ളി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിൻ്റെ അല്ലികളായിട്ട് അടർത്തിയെടുക്കണം. അടർത്തിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇതിൻ്റെ തൊലി പൊട്ടി പോകാൻ പാടില്ല. ഇതുപോലെ ഫുള്ളായിട്ട് തൊലി ഒട്ടും പൊട്ടിപ്പോകാതെ നമ്മൾ അടർത്തിയെടുക്കുക. ഒരു ബോൾ മുഴുവൻ പൊളിച്ചെടുത്താൽ നമുക്ക് അതിയൊന്നും കിട്ടില്ല കേട്ടോ. ഇനി തൊലി പൊളിഞ്ഞു പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളികൾ നമുക്ക് നടാൻ വേണ്ടി എടുക്കാം. ഈ ചെറുതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, മാറ്റി കറിക്കായിട്ട് ഉപയോഗിക്കാം. അത് നല്ല ആരോഗ്യമുള്ള വെളുത്തുള്ളിയാണ്, അതൊക്കെ നമുക്ക് നടാം. വലുപ്പമുള്ള എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഒത്തിരി നല്ല വലുപ്പമുള്ള ബൾബുകൾ ഇതിൽ നിന്ന് കിട്ടും. നല്ല ഉള്ളിയാണ് ഇതൊക്കെ കേട്ടോ. രണ്ട് ബൾബ് പൊളിച്ചെടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മുഴുവനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നല്ല വലുപ്പമുള്ള അല്ലികൾ മാത്രം എടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. നമ്മളിപ്പോൾ പൊളിച്ചെടുത്ത് വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഈ ഒരു കവറിലിട്ടിട്ട് ലൂസായിട്ട് കെട്ടിയെടുക്കണം. അധികം ഡാമേജ് ആകാത്ത രീതിയിൽ അത് ലൂസായിട്ട് കെട്ടിയെടുത്ത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിനുള്ളിൽ 24 മണിക്കൂറെങ്കിലും അതിൽ വെക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു മിനിമം ഒരു ദിവസം വെക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന വെളുത്തുള്ളി എടുത്തിട്ട് തുറന്ന് നോക്കുകയാണ്. എന്താ വെളുത്തുള്ളിയിൽ മുള പൊട്ടിയിട്ടുണ്ട്, കാണാമോ? ഇതാ മിക്കവാറും എല്ലാത്തിലൊന്നുമില്ല, മിക്കവാറും എല്ലാ വെളുത്തുള്ളികളും ഇതുണ്ടാ. ഈ ഒരു പിടി വാരിൻ്റെ അകത്ത് തന്നെ മുള പൊട്ടി വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം ഇത് വളരാൻ റെഡിയാണെന്നാണ്. അപ്പം ബാക്കിയുള്ളതും വളർന്നോളൂ, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് വേണ്ട നമുക്ക് വെളുത്തുള്ളി നടാനുള്ള സ്ഥലം വൃത്തിയാക്കി എടുക്കുകയാണ്. അവിടെ ഇച്ചിരി ചാണകപ്പൊടിയും ചാരവും എല്ലാം ഇട്ട് മണ്ണിൽ ഇളക്കി ചേർത്ത് നല്ലപോലെ അത് ഒരുക്കിയെടുക്കുക. ഞാനിവിടെ അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വല ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പൂച്ചകളുടെയൊക്കെ ശല്യമുണ്ട്. പൂച്ചകളും പക്ഷികളും ഒക്കെ വന്നിട്ട് ഈ മണ്ണിലും നമ്മൾ നടുന്ന സാധനങ്ങളെല്ലാം ഇളക്കി മാറ്റും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മുകളിൽ വല ഉറപ്പിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ തടിക്കഷ്ണം ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളി നടാനുള്ള ചെറിയ കുഴികൾ എടുക്കുകയാണ്. ഒരു 6 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ വെളുത്തുള്ളികൾ നടുന്നത്. അതിന് 6 ഇഞ്ച് അകലത്തിലാണ് കുഴികൾ എടുക്കുന്നത്. അതിനുശേഷം ഓരോ അല്ലികളായിട്ട് ഓരോ കുഴികൾക്കുള്ളിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. നടുമ്പോൾ നമുക്ക് ഇതുപോലെ വേണം നടാൻ വേണ്ടി. കാണുന്നുണ്ടോ? ഇത് ചൂടുവശം, ഈ ചൂടുവശം മണ്ണിൽ താഴെ വരുന്ന പോലെ വേണം നടാൻ. കാണാമോ? ചൂടുവശം താഴെ വരുന്ന പോലെ. അങ്ങനെ വെളുത്തുള്ളികളെല്ലാം നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു നീളമുള്ള കമ്പ് ഉപയോഗിച്ചിട്ട് മണ്ണെല്ലാം ഒന്ന് ലെവലാക്കുക. മണ്ണെല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ മണ്ണ് കുതിരുന്നത് വരെ നനച്ചു കൊടുക്കുക.
അതിനുശേഷം നമുക്ക് വെളുത്തുള്ളികൾ കിളുത്ത് വരുന്നവരെ കാത്തിരിക്കാം. ഇതാ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വളർച്ചയാണ് ഈ കാണുന്നത്. എല്ലാ വെളുത്തുള്ളികളും തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചയായപ്പോഴത്തെ വളർച്ചയാണ് കാണുന്നത്. ഇതിനൊരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ റെഡിയാവും. ചിലപ്പോൾ കാലാവസ്ഥ അനുസരിച്ച് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം വരെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കുക. വിളവെടുക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ പുതുമയുള്ളതും ഇൻട്രസ്റ്റിംഗുമായ മറ്റു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.